മലയാള സാഹിത്യത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു വിഭാഗമാണ് നായാട്ട് കഥകൾ. ഒരുപക്ഷെ ആ ഒരു വിഭാഗത്തിൽ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ആ വിഭാഗത്തിലുള്ള ഏക പുസ്തകം ആണെന്ന് പറയാൻ സാധിക്കുന്നതാണ് മലബാറിലെ ശിക്കാറ്. MP ശിവദാസ മേനോൻ എന്ന എഴുത്തുകാരൻ്റെ പുസ്തകമാണിത്. ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത് പിന്നീട് വളരെക്കാലം ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിരുന്നു. ഈ പുസ്തകം 2002 DC ബുക്സ് വീണ്ടും റീപബ്ലിഷ് ചെയ്യുന്നത്. വളരെ യുണീക്കായിട്ടുള്ളൊരു പുസ്തകമാണിത്. ഒന്നാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നായാട്ട് കഥകൾ മലയാളത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹിത്യ ശാഖ തന്നെ അധികമില്ല. നമ്മൾ ജിം കോർബറ്റ്, കെന്നത്ത് ആൻഡേഴ്സൺ തുടങ്ങിയവരുടെ നായാട്ട് കഥകളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മലയാളത്തിൽ അത്തരം പുസ്തകങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു പുസ്തകം യുണീക്കാകുന്നത് ഇത് കാരണം കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണ്. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത വളരെ രസകരമായിട്ടുള്ള മലയാളവും ചില ഇംഗ്ലീഷ് വേർഡുകളുടെ മലയാളീകരണവും ഒക്കെ നടത്തി വളരെ ഹ്യൂമറസ് ആയ രീതിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾ VKN, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരുടെയൊക്കെ ഭാഷാ ശൈലി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വളരെ യുണീക്കായ ഒരു ഭാഷാ ശൈലി, അതായത് ഇംഗ്ലീഷ് വേർഡ്സും അതിനെ മലയാളവൽക്കരിച്ച് വളരെ ഹ്യൂമറസ് ആയ രീതിയിൽ എഴുതുന്ന ഒരു രീതി, അത്തരത്തിലൊരു രീതിയിൽ ആണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ നായാട്ട് കഥകളുണ്ട്. ആ കാലഘട്ടത്തിലുള്ള വളരെ രസികന്മാരായിട്ടുള്ള ചില മനുഷ്യരുടെ വിവരണങ്ങളുണ്ട്. അതുകൂടാതെ ആ കാലഘട്ടത്തിലെയും ഒക്കെ വനത്തിലുള്ള മൃഗങ്ങളുടെയൊക്കെ വളരെ രസകരമായ വിവരണങ്ങൾ, അവർ എന്തുതരം ആ മൃഗങ്ങളുടെ രീതി, അവരുടെ ഭക്ഷണശൈലി, അവർ എങ്ങനെയൊക്കെയാണ് ആക്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ വളരെ രസകരമായി തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓരോന്നും നമുക്ക് വളരെ സന്തോഷകരമായി, അതായത് വളരെ ഹ്യൂമറസായി വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നല്ലൊരു വായനാനുഭവമാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു യുണീക്ക് നേച്ചറും ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു പുസ്തകം മലയാളത്തിലില്ല. നമ്മളിപ്പോൾ ഇതുപോലെ ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ പക്ഷികൾ എന്ന ഇന്ദുചൂഡൻ്റെ പുസ്തകം. വളരെ പ്രശസ്തമായിട്ടുള്ള ഈ പുസ്തകം, അത്തരത്തിലൊരു പുസ്തകം മലയാള സാഹിത്യ ശാഖയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ യുണീക്കായിട്ടുള്ള ഒരു വായനാനുഭവമാണ് ഈ മലബാറിലെ ശിക്കാറ്.